ഹായ് ഓൾ വെൽക്കം ടു ക്രഞ്ച് ദ നമ്പേഴ്സ്. സോഹോ ബുക്സിൻ്റെ ഈ ഒരു സെഷനിൽ നമ്മൾ പോസ്റ്റ് ഡേറ്റഡ് ചെക്കിൻ്റെ വർക്ക് അറൗണ്ട് എങ്ങനെയാണ് നോക്കുന്നത്. അതിൽ കസ്റ്റമേഴ്സിൻ്റെ പേയ്മെൻറ്റിൻ്റെയാണ് ഇന്ന് നോക്കുന്നത്. കറണ്ട്ലി സോഹോ ബുക്സിൽ പോസ്റ്റ് ഡേറ്റഡ് ചെക്കിനായിട്ട് സെപ്പറേറ്റ് ഒരു മോഡ്യൂൾ ഇല്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു വർക്ക് അറൗണ്ടാണ് ഇപ്പോൾ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. രണ്ട് മെത്തേഡ്സ് ഉണ്ട് ഇതിൽ. ഫസ്റ്റ് വന്നിട്ട് സോഹോ സജസ്റ്റ് ചെയ്യുന്നത് ഒരു പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് നമ്മൾ റിസീവ് ചെയ്തു നമ്മുടെ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന്. ഇപ്പോൾ ഈ ഇൻവോയ്സിനാണെന്ന് വിചാരിക്കുക. അപ്പം ഈ ഒരു ഇൻവോയ്സിന് കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് റിസീവ് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ റെക്കോർഡ് പേയ്മെൻറ്റ് കൊടുത്തിട്ട് ദെൻ ഇതിൻ്റെ ഡേറ്റ് ഇപ്പം പോസ്റ്റ് ഡേറ്റഡ് ചെക്കിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ജൂൺ 21 ആണ്. അപ്പം ജൂലൈ 31 ആണെങ്കിൽ ജൂലൈ 31 തന്നെ കൊടുക്കുക. അതായത് ചെക്കിലുള്ള ഡേറ്റ് കൊടുക്കുക. പേയ്മെൻറ്റ് മോഡ് ചെക്ക് എന്ന് കൊടുത്തിട്ട് ഈ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് നമ്മൾ അൺഡെപ്പോസിറ്റ് ഫണ്ട് എന്നുള്ളത് കൊടുത്തിട്ട് ഇവിടെ വന്നിട്ട് റെക്കോർഡ് പേയ്മെൻറ്റ് കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇൻ കേസ് ഈ ഒരു ചെക്ക് നമുക്ക് ബൗൺസ് ആയി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമറിൻ്റെ ആ ഒരു ചെക്ക് ബൗൺസിങ് എൻട്രി നമുക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, നമ്മളൊരു ഇൻവോയ്സിനെ അസോസിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് ഏറ്റവും ബെറ്റർ ആയിട്ടെന്ന് പറയുന്നത് ഈ എൻട്രി ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക നമ്മളൊരു ഇൻവോയ്സിൻ്റെ എഗൻസ്റ്റ് ആ പേയ്മെൻറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യാതെ ഇവിടെ പേയ്മെൻറ്റ് റിസീവ്ഡിൽ പോയിട്ട് ഒരു കസ്റ്റമർ അഡ്വാൻസ് നമ്മൾ റിസീവ് ചെയ്യുന്നുള്ള റെക്കോർഡ് ചെയ്യുക. അപ്പം നമ്മൾ നമ്മുടെ കസ്റ്റമറിൻ്റെ പേര് ഇവിടെ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഞാൻ ഇഷ്യൂ ചെയ്ത കസ്റ്റമർ ആതിര എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ കസ്റ്റമറിൽ പോയിട്ട് പേയ്മെൻറ്റ് റിസീവ്ഡ് എടുക്കുക. ഇവിടെ നമ്മൾ കസ്റ്റമറിൻ്റെ പേര് സെലക്ട് ചെയ്യുന്നു. ദെൻ എമൗണ്ട് എത്ര രൂപയ്ക്കാണ് നമുക്ക് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് കിട്ടിയത് ആ എമൗണ്ട് നമ്മളിവിടെ കൊടുക്കുന്നു. അതിനുശേഷം ചെക്കിൻ്റെ ഡേറ്റ് കൊടുക്കുന്നു. ദെൻ ഇതിൻ്റെ പേയ്മെൻറ്റ് മോഡ് നമ്മൾ ചെക്ക് എന്നുള്ളത് കൊടുക്കുന്നു. ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് അൺഡെപ്പോസിറ്റ് ഫണ്ട് എന്നുള്ളത് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ ഒരു ഇൻവോയ്സിന് അഗൻസ്റ്റും അലോക്കേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതിനുശേഷം നമ്മൾ സേവ് കൊടുക്കുന്നു. അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇത് കസ്റ്റമറിൽ നിന്നുള്ള എക്സസ് പേയ്മെൻ്റ് ആയിട്ടായിരിക്കും സിസ്റ്റം റെക്കോർഡ് ചെയ്യുന്നതെന്നുള്ളത്. അത് നമ്മൾ എസ് കൊടുക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇൻ കേസ് ഈ ചെക്ക് ബൗൺസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ആ ഒരു ബൗൺസിങ് എൻട്രി പോസ്റ്റ് ചെയ്യാനും പറ്റും. അതിനുശേഷം ഇനിയിപ്പം ഈ ചെക്ക് നമുക്ക് ഒറിജിനലായിട്ട് നമ്മുടെ ബാങ്കിൽ ഹിറ്റ് ചെയ്തെന്ന് വിചാരിക്കാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഈ പേയ്മെൻറ്റ് എൻട്രി വന്നിട്ട് എഡിറ്റ് ചെയ്യുക. എഡിറ്റ് ചെയ്തിട്ട് നമ്മുടെ ബാങ്കിൻ്റെ പേര് കൊടുത്തിട്ട് നമ്മൾ സേവ് ചെയ്യുന്നു. ആ സേവ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് ഇത് അലോക്കേറ്റ് ചെയ്യാനും പറ്റും. 85,000 ആ ഇൻവോയ്സിലേക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യുന്നു. അപ്പം രണ്ട് സ്റ്റെപ്പാണുള്ളത്. ഫസ്റ്റ് വന്നത് നമ്മൾ ഈ പി ഡി സി ചെക്ക് റിസീവ് ചെയ്യുന്ന ടൈമിൽ ആ ഒരു പേയ്മെൻറ്റ് റിസീവ്ഡ് ആയിട്ട് അഡ്വാൻസ് പേയ്മെൻറ്റുകൾ നമ്മൾ എൻട്രി റെക്കോർഡ് ചെയ്യുന്നു. അത് അൺഡെപ്പോസിറ്റ് ഫണ്ടിലേക്കാണ്. അതിനുശേഷം ഒറിജിനലായിട്ട് ബാങ്കിൽ ഈ പേയ്മെൻറ്റ് വരുന്ന സമയത്ത് ആ എൻട്രി എഡിറ്റ് ചെയ്തിട്ട് ബാങ്ക് എന്നുള്ള അക്കൗണ്ടും സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതേപോലെ തന്നെ അത് ആ ഇൻവോയ്സിലേക്ക് അലോക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ അൺഡെപ്പോസിറ്റ് ഫണ്ട് അക്കൗണ്ട് കൊടുക്കുന്ന സ്ഥലത്ത് ബാങ്ക് തന്നെ കൊടുക്കുന്നു. അപ്പം നമ്മൾ ബാങ്ക് തന്നെ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ പ്രോസസ്സിൽ ജസ്റ്റ് അത് ഇൻവോയ്സിലേക്ക് അലോക്കേറ്റ് ചെയ്താൽ മതിയാവും. ഇങ്ങനെ ബാങ്ക് കൊടുക്കുന്നതിനുള്ളൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് അറിയണം നമ്മുടെ കയ്യിൽ എത്ര പി ഡി സി ചെക്സ് ഉണ്ട് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ബാങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവില്ല. കാരണം ബാങ്കിൻ്റെ എൻട്രി എടുക്കുന്ന സമയത്ത് ബാങ്കിൽ എല്ലാ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് എൻട്രി ഉണ്ടാവും. ഇപ്പോൾ പി ഡി സിൻ്റെ മാത്രമായിട്ട് നമുക്കൊരു റിപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ അൺഡെപ്പോസിറ്റ് ഫണ്ട് എന്നുള്ള ലെഡ്ജർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് ഇതുപോലെ ബാലൻസ് ഷീറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ അൺഡെപ്പോസിറ്റ് ഫണ്ടിൻ്റെ ബാലൻസ് ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു അക്കൗണ്ടിൽ കാണിക്കുന്ന എൻട്രീസ് ആയിരിക്കും പി ഡി സിൻ്റെ എൻട്രീസ്. അപ്പോൾ റിപ്പോർട്ടിംഗ് പർപ്പസിനായിട്ട് എപ്പോഴും നമ്മൾ ഇതുപോലെ അൺഡെപ്പോസിറ്റ് ഫണ്ട് എന്നുള്ള അക്കൗണ്ട് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്.